അതായത് ഈ സുപ്രധാനമായ യോഗങ്ങൾ, ഇപ്പോൾ സിൻഡിക്കേറ്റ്, സെനറ്റ്, അക്കാഡമിക് കൗൺസിൽ, ഇതൊന്നും കൂടാതെ ഇത്തരം യോഗങ്ങളെ അപ്രസക്തമാക്കിക്കൊണ്ട് വൈസ് ചാൻസലർ മുന്നോട്ട് പോവുകയാണ്. സംഭവിക്കുന്നത്, നമ്മുടെ വിദ്യാർത്ഥികൾ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് വൈസ് ചാൻസലർ സ്വീകരിക്കുന്നത്. അതായത് PhDക്ക് ഒരാൾ ചേർന്ന് അയാളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടൊരു സാങ്കേതിക കാര്യം വന്നു, അതിൻ്റെ എക്സ്റ്റൻഷന് കൊടുത്തു, സ്കോളർഷിപ്പിനെ സംബന്ധിച്ച അപേക്ഷ കൊടുത്തു, റിസർച്ച് ഗൈഡ് ചേഞ്ച് കൊടുത്തു, റിസർച്ച് സെൻറ്റർ ചേഞ്ച് കൊടുത്തു. ബഹുമാനപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പർ ജി മുരളീധരൻ പറഞ്ഞത് പ്രകാരം 6 മാസമായി റെഗുലർ സിൻഡിക്കേറ്റ് കൂടിയിട്ട് ഇതെല്ലാം പരിഗണിക്കേണ്ടത് റെഗുലർ സിൻഡിക്കേറ്റിലാണ്. അതൊന്നും പരിഗണിക്കുന്നില്ല. ഒരാൾ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പഠിച്ച് ആ കോഴ്സിന് ക്വാളിഫൈഡായി ഇപ്പോൾ PhD നേടി പുറത്തു വന്നാൽ അയാൾക്കൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവരുടെ അപേക്ഷകൾ മുഴുവൻ പരിഗണിക്കേണ്ട സിൻഡിക്കേറ്റ് ചേരാതിരുന്നാൽ അവർക്ക് ഒരു കാരണവശാലും യോഗ്യത നേടാൻ കഴിയില്ല, അപേക്ഷിക്കാൻ കഴിയില്ല. ഞാൻ ഈ അടുത്ത ദിവസം മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവിടെ ഒരു ഗവേഷകയെ കണ്ടു. അവർ പറഞ്ഞു, 9 മാസമായി ഞാൻ എൻ്റെ PhDയുമായി ബന്ധപ്പെട്ടൊരു അപേക്ഷ കൊടുത്തു, പരിഗണിച്ചില്ല, ഞാൻ എന്ത് ചെയ്യും? ആത്മഹത്യയുടെ വക്കിലേക്ക് നമ്മുടെ ഗവേഷകരെയും വിദ്യാർത്ഥികളെയും തള്ളിവിടുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ട് പുതിയ കോഴ്സുകൾക്ക് റെക്കമെൻഡേഷൻ കൊടുത്തതിനും ആ കോഴ്സുകൾക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. നമ്മുടെ കോളേജ് അധ്യാപകരെ സംബന്ധിച്ച് പറഞ്ഞു, അധ്യാപക സംഘടനാ നേതാക്കന്മാരാണ് ഡോക്ടർ മനോജും ഡോക്ടർ പ്രമോദും അടക്കമുള്ളവർ. അപ്രൂവൽ കൊടുക്കാതെ ഈ അധ്യാപകർക്ക്, നിയമിക്കപ്പെടുന്ന അധ്യാപകർക്ക് ശരിയായി സുഗമമായി ശമ്പളം കിട്ടുന്നില്ല, അതോടൊപ്പം പ്രമോഷൻ കിട്ടുന്നില്ല, അതിൻ്റെ അംഗീകാരം ലഭിക്കുന്നില്ല. 400-ലധികം ഫയലുകൾ കെട്ടിപ്പിടിച്ച് വൈസ് ചാൻസലർ പൂട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളും അധ്യാപകരും ഗവേഷകരും ആത്മഹത്യയിലേക്ക് തള്ളിവിടപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായി വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശക്തമായിട്ടൊരു നിലപാടും സ്വീകരിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. ഇവരൊക്കെ ഇവരുടെ മുറികളിൽ RSSൻ്റെ സർസംഘചാലകിൻ്റെ ചിത്രം തൂക്കിയിട്ടിരിക്കുകയാണോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുകയാണ്. RSSൻ്റെ സഹയാത്രികരായ VC-മാർക്ക് സർവ്വ പിന്തുണയുമാണോ ഇവർ കൊടുക്കുന്നത്? അതുകൊണ്ട് വലിയ പ്രതിഷേധവും വലിയ രോഷവും കേരളത്തിൽ ഉയർന്നു വരണം എന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുക.